ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ നിലപാടാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോഴൊരു മാറ്റം വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള എംപിമാരാകെ ഒന്നിച്ചതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. ഈ കേരളത്തെയാണ് ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെൻറ് കടുത്ത രീതിയിലാണ് ഒരു പകപോക്കൽ രീതി പോലെ കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പോലും അർഹമായ സഹായം നിഷേധിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ നിലപാടാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോഴൊരു മാറ്റം വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള എംപിമാരാകെ ഒന്നിച്ചതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് നാം കണ്ടു. നമ്മുടെ നാടിൻ്റെ കടുത്ത പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു ഘട്ടമാണിത്. നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. നീതി, അവകാശം നിഷേധിക്കാൻ പാടില്ല. ആ നിഷേധത്തിനെതിരെ ശക്തമായ നിലപാട് നാടിനാകെ ഒന്നിച്ച് സ്വീകരിക്കാനാവണം. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെയുള്ള ദുരന്തങ്ങളിലും നമ്മെ സഹായിച്ചിട്ടില്ല. സഹായിച്ചാലുമില്ലെങ്കിലും ദുരന്തം അനുഭവിക്കേണ്ടി വന്നൊരു നാടിന് അതിജീവിച്ചേ മതിയാവും. നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരുമയിലൂടെ, ഐക്യത്തിലൂടെ എങ്ങനെ അതിജീവനം നടത്താം എന്നത് തെളിയിച്ച നാടാണ് നമ്മുടെ. മുണ്ടക്കൈ ചൂരൽമലയിലും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയോടെയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിച്ചു പോകാൻ ഇനിയുള്ള ഘട്ടത്തിൽ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്.